ഇന്നിപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്നെ കാത്തിരുന്നത് എൻ്റെ കുറച്ച് പാത്രങ്ങളാണ്. അവരെ സന്തോഷിപ്പിക്കാൻ അവരെ ഒന്ന് നന്നായിട്ട് മിനുക്കിയെടുക്കാം. അപ്പോൾ മുടിയെല്ലാം വലിച്ച് കെട്ടി അങ്ങോട്ട് ഞാൻ തുടങ്ങി എൻ്റെ അംഗം. പണ്ടൊക്കെ ഞാൻ പാത്രം മാത്രമേ കഴുകുള്ളായിരുന്നു. പക്ഷെ എന്നാലും അത് ഒരിടയ്ക്ക് വെച്ച് അതും ഞാൻ നിർത്തി. കാരണം വേറെ ഒന്നുമില്ല, അമ്മയുടെ ഒരു 10 കുറ്റമുണ്ടോ. പാത്രത്തിൽ ഇതാ സോപ്പ് പത ഇരിക്കുന്നു, ഉണങ്ങി പിടിച്ചിരിക്കുന്നു, ചോറ് ഉണങ്ങിയിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്തിനാ വെറുതെ ഇതൊക്കെ കേൾക്കണേ. അതുകൊണ്ട് പിന്നെ അതും അങ്ങ് നിർത്തി. അങ്ങനെ കുക്കിങ്ങും ഇല്ല, പാത്രം കഴുകലും ഇല്ല. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം കഴിഞ്ഞപ്പോഴാണ് ബിജു കയറി വന്നത്. പിന്നെ ബിജുവിനുള്ള ചായ, ബിജുവിനല്ല എനിക്കുണ്ട് ചായ, ബിജുവിനുള്ള ചായ ഞാൻ തിളപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഡിന്നറിനുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് 2 പേർക്കുള്ള ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഉണ്ടോയെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തന്നെ കഴിക്കാമെന്ന്. ഇന്നിപ്പം ഞാൻ കൊണ്ടുപോയത് ഇഡ്ഡലി ചട്നിപ്പൊടിയുമായിരുന്നു. അതെനിക്ക് കഴിക്കാൻ പറ്റിയില്ല. സോ അത് അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ അടുത്ത സൈഡ് കറിയായിട്ട് വേറെ ഒന്നുമല്ല, കാരച്ചട്നി. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ എന്താ പറയുക, തക്കാളി ചട്നിയില്ലേ, അതാണ് സംഭവം. പിന്നെ തക്കാളി അരിയുന്നതും പകുതി കൂടുതൽ എൻ്റെ വായിലോട്ട് തന്നെയാണ് പോയത്. നല്ല പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അങ്ങ് അകത്തോട്ട് കയറ്റി. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റിയാൽ ഇതിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. സാധാരണ ഇത് ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വഴറ്റാറില്ല. പക്ഷെ അതിന് ടേസ്റ്റ് ഇല്ല. സവാളയൊക്കെ നന്നായിട്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നാലേ ഇത് അരയ്ക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി, വേറെ സാധനങ്ങളൊന്നും ഇടണ്ട. ഇത് ഇത്രേ വഴറ്റിയതുള്ളൂ. അങ്ങ് വേർത്ത് കുളിച്ചു. പിന്നെ ഒന്നും പറയണ്ട, നേരെ പോയി കുളി പാസ്സാക്കി കുളിച്ചിട്ട് കയറി വന്നു. ഈ സാധനം അപ്പോഴേക്കും ചൂടൊക്കെ മാറി മിക്സിയിലിട്ട് നമ്മളൊന്ന് 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. കിർ 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 ഇത്രയും മതി. അപ്പോഴേക്കും നന്നായിട്ട് അരഞ്ഞു കിട്ടും. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം സൂപ്പർ ഡൂപ്പർ. പിന്നെ നമ്മുടെ ദോശ, ഈ ചപ്പാത്തിയുടെ കാര്യം പറയുന്ന പോലെയാണ് ദോശ. ഈ ദോശ ചില സമയത്ത് ഞാൻ പരത്തുമ്പോൾ കല്ലിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് അത് ഇളകി വരത്തില്ല. അങ്ങനെ കുറേ ദോശമാവൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റൗണ്ടിൽ പരത്താനും ഒക്കെ വന്നിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഞാൻ അഹങ്കരിക്കുകയല്ല, എന്നാലും അറിയാം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കലാണ്. സാരമില്ല, അറ്റവും മൂലമൊക്കെ ഇച്ചിരി പോയെങ്കിലും സാധനം ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശയും കാര ചട്നിയും റെഡി ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിക്കാൻ പോകുന്നത് ഈ ഇഡ്ഡലിയാണ്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.